ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലിയർ 2025 ഉഷാറായിട്ട് പഠിക്കേണ്ടി വിചാരിക്കുന്നു. അപ്പോൾ തുടങ്ങാത്തതുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തുടങ്ങാം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഒരു സപ്പോർട്ടർ ഇട്ടൊരു കമൻറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ആ കമൻറ്റ് ബേസ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ. സാർ, ഞാൻ 5 ഇയർ LLB പ്രിപ്പയർ ചെയ്യുക, ബട്ട് എങ്ങനെ പഠിക്കണം, എവിടുന്ന് തുടങ്ങണം, എന്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഒന്നും അറിയില്ല. സാർ, ഓരോ സബിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞു തരുമോ പ്ലീസ്? ഡെഫിനറ്റ്ലി. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിനുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. ഓരോ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതാ, ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും, ജനറൽ ഇംഗ്ലീഷ്, ഈ 2 സബ്ജക്റ്റിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. GK കറണ്ട് അഫയേഴ്സും പിന്നെ അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ സ്റ്റഡീസിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇറ്റ് വിൽ ബി സൂട്ടബിൾ ഫോർ ബോത്ത് 3 ഇയർ ആൻഡ് 5 ഇയർ LLB സ്റ്റുഡൻസ്. അപ്പോൾ 2 പേർക്കും സിലബസ് ഒന്ന് തന്നെയാണ്, ഇല്ലേ? 3 ഇയർ LLB എൻട്രൻസിനും 5 ഇയർ LLB എൻട്രൻസിനും സിലബസ് ഒന്ന് തന്നെയാണ്, ബട്ട് ഡിഫറൻറ്റ് എൻട്രൻസ്, 2 സെപ്പറേറ്റ് എൻട്രൻസ് ആയിട്ട് നടത്തുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, നമുക്കറിയാം നമ്മൾ എഴുതുന്ന ലോ എൻട്രൻസ് ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്. 42 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിയർലി 126 മാർക്സ് ആണ്. ഓക്കെ, 126 മാർക്കാണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. അതായത് 360-ലെ 126 മാർക്ക് ലോയിൽ നിന്നാണ് ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എല്ലാവരും സ്കോർ ചെയ്തിരിക്കണം. ആ 126-ൽ മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യുക. ഫുൾ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് ഒരു 100 അബോവ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ സ്കോർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് ക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്കും നല്ലൊരു സ്കോറിലേക്കും എത്താൻ പറ്റും. 42 ക്വസ്റ്റ്യൻസ് 126 മാർക്സ് ആണ് ലീഗലിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് ഒരു ദിവസത്തിൽ ഒരു ടൈം ടേബിളിൽ എക്സ്ട്രാ ടൈം എന്ത് ചെയ്യുക, ലീഗലിന് വേണ്ടി ചിലവഴിക്കുക. ഇപ്പം ഞാനൊരു ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വർഷം ചോദിച്ചൊരു പാറ്റേണിൽ ഈ വർഷം ചോദിക്കണം ഒരു നിർബന്ധവും ഇല്ലേ? അവർ ഓരോ വർഷം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൂഡിലായിരിക്കും പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞൊരു 5 ഇയേഴ്സിൻ്റെ പേപ്പർ അനലൈസ് ചെയ്താണ് ഞാനൊരു വീഡിയോ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ലോ സബ്ജക്ട്സിനെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. പ്രൈമറി ലോ സബ്ജക്ട്സും അതുപോലെ തന്നെ സെക്കൻഡറി ലോ സബ്ജക്ട്സും. എന്തുകൊണ്ട് ഞാൻ ഈ സബ്ജക്ട്സിനെ പ്രൈമറി, സെക്കൻഡറി എന്ന് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു? പ്രൈമറി ലോ സബ്ജക്ട്സ് എന്ന് പറയുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ആ ലോ സബ്ജക്ട്സിനാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രൈമറി ലോ സബ്ജക്റ്റാണ്. കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ 60 മാർക്കാണ്, 126 മാർക്കിൽ 60 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് മാത്രം വന്നത്. 3 ഇയർ ആയിക്കോട്ടെ 5, 2 പേർക്ക് ഏകദേശം നിയർലി 63 മാർക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം ചോദിച്ചിട്ടുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ പ്രൈമറി സബ്ജക്റ്റ്. ഈ പ്രൈമറി സബ്ജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ തരാം. ഈ പ്രൈമറി സബ്ജക്റ്റുകൾ നിങ്ങൾ എല്ലാവരും നിർബന്ധമായി പഠിക്കണം. അത് ക്ലിയർ ആൻഡ് കട്ടായിട്ട് പഠിക്കണം. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ആക്റ്റീവായിട്ട് റിവിഷൻ ചെയ്യണം. ഈ പ്രൈമറി ലോ സബ്ജക്ട്സ് പഠിച്ചതിന് ശേഷം മാത്രമേ സെക്കൻഡറി ലോ സബ്ജക്ട്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. സെക്കൻഡറി ലോ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയും. ഓക്കെ, ഒരിക്കലും പ്രൈമറി ലോ സബ്ജക്ട്സ് ഇഗ്നോർ ചെയ്ത് നമ്മൾ സെക്കൻഡറി ലോ സബ്ജക്ട്സിന് നമ്മൾ പോകരുത്. കാരണം പ്രൈമറി ലോ സബ്ജക്ട്സിൽ നിന്നായിരിക്കും ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡറി ലോ സബ്ജക്ട്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അതൊരു ചെറിയ ശതമാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ചെറിയൊരു ശതമാനത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടാതെ വലിയൊരു പെർസെൻറ്റേജ് ഉണ്ട്, അതിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുക. ഇപ്പോൾ ഒരു എൻട്രൻസിന്, ഏതൊരു എൻട്രൻസ് എടുത്താലും അതിൽ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ എൻട്രൻസിനും കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഏറ്റവും ബെസ്റ്റായി പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അത് ആൻസർ ചെയ്തതിൽ വെച്ച് നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടാണ്ടിരിക്കുമോ? അല്ല, അങ്ങനെയല്ല. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വിട്ടാലും നമുക്ക് എൻട്രൻസ് കിട്ടും. ഓക്കെ, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ടോപ്പ് റാങ്കർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം നമുക്ക്, ബട്ട് ഗീവ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഈസ് പ്രൈമറി ലോ സബ്ജക്ട്സ്. അപ്പോൾ ഈ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രൈമറി ലോ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള GK ഫാക്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ GK, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. 5 ഇയറിൽ 60-63 മാർക്ക്, 3 ഇയറിലും 60-63 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം ചോദിച്ചത്. കഴിഞ്ഞ തവണ കോൺസ്റ്റിറ്റ്യൂഷൻ വൃത്തിക്ക് പഠിച്ചവരൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൈമറി ലോ സബ്ജക്റ്റ് ലോ ഓഫ് ടോട്ട്സ്. ഓക്കെ, ലോ ഓഫ് ടോട്ട്സിൽ നിന്ന് കഴിഞ്ഞ തവണ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, ബട്ട് വി ക്യാൻ എക്സ്പെക്ട് ദിസ് ഇയർ. ചിലപ്പോൾ ഈ വർഷം ടോട്ടിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പേപ്പർ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ വർഷം അങ്ങനെയായി, അങ്ങനത്തെ മുൻവിധികളൊന്നും വേണ്ട. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പേപ്പർ നിങ്ങൾ നോക്കിക്കോ, അത് നിങ്ങൾ അനലൈസ് ചെയ്തു,
ബട്ട് അത് തന്നെയായിരിക്കും ഇക്കൊല്ലം എന്നുള്ള മുൻവിധിയൊന്നും വേണ്ട. പിന്നെ കോൺട്രാക്ട് ലോയിലും അത്ര ചോദ്യങ്ങളൊന്നും കഴിഞ്ഞ തവണ വന്നിട്ടില്ല. 1-2 ചോദ്യമൊക്കെയാണ് 3 ഇയർ 5 ഇയർ LLB അണ്ടർസ് ഒക്കെ ചോദിച്ചത്. പിന്നെ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. ലീഗൽ ടേംസ് ഇന്ന് പ്രത്യേകിച്ച് 3 ഇയർ LLBക്ക് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിയർലി ഒരു 30 മാർക്സോളം ക്വസ്റ്റ്യൻസ് ലീഗൽ ടേംസ്, അതുപോലെ ലീഗൽ മാക്സിംസ്, ഇതൊക്കെ. അപ്പോൾ ലീഗൽ ടേംസ് പഠിക്കണം. അപ്പോൾ ലീഗൽ ടേംസ് നിങ്ങൾ നിങ്ങളുടെ ഈ ലോ പഠിക്കുന്നതിന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ലീഗൽ ടേംസ്. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കണമെങ്കിൽ ABCD അറിയണം, ഇല്ലേ? മലയാളം പഠിക്കണമെങ്കിൽ അക്ഷരമാല അറിയണം. അതുപോലെ തന്നെ ലോ പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ലീഗൽ ടേംസ് ഉണ്ട്. ലീഗലായി ബന്ധപ്പെട്ട ആ വാക്കുകളുടെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുമ്പോൾ ലീഗൽ ടേംസിൻ്റെ പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. പിന്നെ ഏതാണ്? BNS ആൻഡ് IPC. ഈ BNS ആൻഡ് IPC എന്ന് പറയാൻ കാരണം IPC പഴയ നിയമമാണ്, അതിനെ റിപ്ലേസ് ചെയ്ത് BNS വന്നു. കഴിഞ്ഞ വർഷത്തെ എക്സാം 2024 എക്സാം പുതിയ നിയമം വന്നതിന് ശേഷമാണ് നടന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെ പേപ്പർ ഒരു പുതിയ നിയമത്തിൽ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല, പഴയ IPC എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. സോ വി ക്യാൻ എക്സ്പെക്ട് ദിസ് ഇയർ, ഈ വർഷം എന്താണ് പുതിയ നിയമത്തിന് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ബട്ട് എൻട്രൻസ് കമ്മീഷന് ക്ലാരിഫൈ ചെയ്തിട്ടില്ല പുതിയത് പഠിക്കണോ പഴയത് പഠിക്കണോ, അത് രണ്ടും പഠിക്കണം എന്നൊന്നും ക്ലാരിഫൈ ചെയ്യില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് രണ്ടും പഠിക്കണം. നമുക്ക് ഇത്തവണ പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. പിന്നെ ലീഗൽ GK, ലീഗലായിട്ട് ബന്ധപ്പെട്ടുള്ള GK ഫാക്റ്റുകൾ. ഓക്കെ, ലീഗൽ ഭാഗത്തുനിന്ന് വരുന്ന GK, അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊരു പ്രൈമറി ലോ സബ്ജക്റ്റാണ്. ഓക്കെ, പിന്നെ അതിലെ ഈ ലീഗൽ GKയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 6 മാർക്ക് എന്തായാലും ഉണ്ടാവും, ഒരു 2 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാൻ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ലീഗൽ റീസണിങ്. ലീഗൽ പ്രോബ്ലംസ്. കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ നിങ്ങൾ ചിലപ്പോൾ ലീഗൽ പ്രോബ്ലംസ് കണ്ടില്ലെന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ലീഗൽ പ്രോബ്ലംസ്, ഈ ലീഗൽ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ വരുന്നത്? ജൂറിസ്പ്രുഡൻസ്. ജൂറിസ്പ്രുഡൻസിന് ചോദ്യങ്ങൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ബട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ പഠിച്ചു. ജൂറിസ്പ്രുഡൻസ് ഒരു പ്രൈമറി സബ്ജക്റ്റ് പണ്ടായിരുന്നില്ല, ബട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ജൂറിസ്പ്രുഡൻസ് നിന്ന് കുറച്ച് അധികം ചോദ്യങ്ങൾ ചോദിച്ച് കാണാം. അപ്പോൾ ഒരു പ്രൈമറി സബ്ജക്റ്റ് എന്ന രീതിയിലേക്ക് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നു. ബട്ട് ഗീവ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു ദീസ് സബ്ജക്ട്സ്. ഓക്കെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ മുതൽ ലീഗൽ റീസണിങ് വരെയുള്ള സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾ ലോ പഠിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം പോയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർട്ടും ഒന്നും പഠിച്ചേക്കരുത്. ആദ്യം നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ലീഗൽ ടേംസും ലീഗൽ മാക്സിംസും. അവിടുന്നാണ് തുടങ്ങേണ്ടത്. അവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? പയ്യെ മറ്റു ലോ സബ്ജക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു. പിന്നെ ഇതൊക്കെ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവിടുന്ന് പഠിക്കണം, ഏത് മെറ്റീരിയൽ ഫോളോ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ജോബ് സെക്യൂരിറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഗൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് എന്ത് ചെയ്യാം? വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈ പറയുന്ന എല്ലാ ലോ സബ്ജക്ട്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് ജോബ് സെക്യൂരിറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ഗൈഡിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ലീഗൽ ഭാഗത്ത് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേണ്ടവർ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അടുത്ത് നമുക്ക് നോക്കാം. ഇനി സെക്കൻഡറി ലോ സബ്ജക്ട്സ് ആണ് നോക്കാം. സെക്കൻഡറി ലോ സബ്ജക്ട്സ്, പ്രൈമറി ലോ സബ്ജക്ട്സ് പഠിച്ചതിന് ശേഷം മാത്രമേ സെക്കൻഡറി ലോ സബ്ജക്ട്സിനെ പറ്റി നിങ്ങൾ പോകാൻ പറ്റൂ. സെക്കൻഡറി ലോ സബ്ജക്ട്സ് ഏതൊക്കെയാണ്? നമ്മുടെ CRPC, അതുപോലെ CRPC റീപ്ലേസ് ചെയ്യുന്ന പുതിയ നിയമം BNSS. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് 2 കോൺട്രാക്റ്റ് 1 ഉണ്ട്, സ്പെഷ്യൽ കോൺട്രാക്റ്റ് ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെക്കൻഡറി സബ്ജക്റ്റ്. പിന്നെ ഫാമിലി ലോ, അതുപോലെ തന്നെ മറ്റ് അതർ ലോ സബ്ജക്ട്സ് ഇഷ്ടം പോലെ ഇല്ലേ? ഓക്കെ, ലോ സബ്ജക്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. മറ്റെല്ലാ ലോ സബ്ജക്ട്സ് എന്താണ്? ഈ സെക്കൻഡറി ലോ സബ്ജക്ട്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈമറി ലോ സബ്ജക്ട്സ് പഠിച്ച് കംപ്ലീറ്റ് പച്ചവെള്ളം പോലെ ആക്കി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ സെക്കൻഡറി ലോ സബ്ജക്ട്സ് നിങ്ങൾ പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും പ്രൈമറി ലോ സബ്ജക്ട്സ് ഇഗ്നോർ ചെയ്ത് സെക്കൻഡറി ലോ സബ്ജക്റ്റിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ കാര്യത്തിൽ എനിക്ക് പറയാൻ. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഇൻട്രസ്റ്റിംഗ് ആണ് ലോ പഠിക്കുക എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ പഠിക്കുക, ക്ലിയർ ആൻഡ് കട്ടായിട്ട് പഠിക്കുക. നെഗറ്റീവ്സ് വരാൻ വളരെ സാധ്യതയുള്ള. അപ്പോൾ ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ മുന്നേ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ഭാഗത്ത് നമുക്ക് നോക്കാം. ലീഗൽ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ
പേപ്പർ നിങ്ങളെല്ലാവരും അനലൈസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 3 വർഷത്തെ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഏത് ഭാഗത്തും പഠിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കറക്റ്റ് സ്പെല്ലിങ്, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആൻറ്റണിംസ്, സിനോണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, പാസേജ് ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു സ്റ്റാർട്ട് പ്രിപ്പറേഷനിൽ ഞാൻ പറയുന്നുണ്ട്, കുറച്ച് ഡെയിലി ആക്ടിവിറ്റീസിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും? കറക്റ്റ് സ്പെല്ലിംഗ്, ആൻറ്റണിംസ്, സിനോണിംസ്, പാസേജ് ക്വസ്റ്റ്യൻസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, 5 ടോപ്പിക്ക്. ഒരു ടോപ്പിക്കിൽ നിന്ന് ആവറേജ് ഒരു 3 ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ 5 × 3 15. 15-ന് ഓരോ ക്വസ്റ്റിനും 3 മാർക്ക്, 45 മാർക്കാണ്. ഒരു ഡെയിലി ആക്ടിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് 45 മാർക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പോക്കറ്റിലാവാൻ പോകുന്നത്. ആ 45 മാർക്ക് കിട്ടിയില്ല, ഒരു 30 മാർക്ക് കിട്ടിയാൽ നിങ്ങളവിടെ വിജയിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഫുൾ മാർക്കും നിങ്ങളെ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് ഒരു 70 to 80% നിങ്ങൾ സ്കോർ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ബി എ സക്സസ് ടു യു. അപ്പോൾ ആ പറഞ്ഞ ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയുന്ന ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാവരും ക്ലിയർ ആയിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളാണ്, ബട്ട് സ്റ്റിക്ക് ഓൺ ടു ദ ബേസിക്സ് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ബേസിക്സ് മറന്ന് നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിചാരിച്ചൊരു ഡിസൈറബിൾ ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും 36 ചോദ്യങ്ങളാണ് വരുന്നത്, മൊത്തം 108 മാർക്കാണ്. ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് ഇഗ്നോർ ചെയ്യരുത്. കാരണം ഇപ്പോൾ പല കുട്ടികളും ചെയ്യുന്നൊരു തെറ്റാണ്, ലീഗൽ എല്ലാവരും പഠിക്കും, ഇംഗ്ലീഷ് എല്ലാവരെ കൊണ്ടും പഠിക്കാൻ പറ്റില്ല, ഇല്ലേ? അത്യാവശ്യം ബേസിക്സ് ഒക്കെ ഉള്ളവർക്കാണ് ഇംഗ്ലീഷ് കുറച്ചുകൂടി എളുപ്പമായിരിക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് മടിയാണ് നമുക്ക്, ഇല്ലേ? ബട്ട് നെവർ എവർ ഇഗ്നോർ ഇംഗ്ലീഷ്. ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് ഇഗ്നോർ ചെയ്യരുത്. 108 മാർക്കാണ്. ലോ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇംഗ്ലീഷ് എക്സ്ട്രാ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ പലരും ഉണ്ടാവും, സാർ ഞാൻ മലയാളം മീഡിയമാണ് സാർ, എനിക്ക് ഈ ഇംഗ്ലീഷ് ഒന്നും പറ്റുന്നില്ല സാർ. ഒന്നും കാര്യമൊന്നും ഇല്ലെന്നേ. നമ്മൾ ഞാൻ മലയാളം മീഡിയം എനിക്ക് പറ്റില്ലെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ, ഇല്ലേ? എന്താ അപ്പം ഞാൻ മലയാളം മീഡിയമാണ്, ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും, ഞാൻ വർക്ക് ചെയ്യും, അങ്ങനെ വിചാരിച്ചാൽ എന്താണ്? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്. സോ അപ്ഗ്രേഡ് യുവർ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് അപ്ഗ്രേഡ്, ഒരു ബീസ്റ്റ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക, വർക്ക് ചെയ്യുക. നിങ്ങൾ എക്സ്ക്യൂസുകൾ വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇല്ലേ? നമ്മൾ കണ്ടു. ആൻറ്റണിംസ് ആൻഡ് സിനോണിംസ് ചോദ്യം. ഈ ആൻറ്റണിംസ് ആൻഡ് സിനോണിംസ് അല്ല ചോദിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാ? ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. അതെന്താണ്? വിപരീത പദം, ആൻറ്റണിംസ്. പിന്നെ അതുപോലെ തന്നെ ഹെഡിങ് തന്നെ വരുന്നത് ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ മീനിങ് ഇൻ ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽ. അതെന്താണ്? സിനോണിംസ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഹെഡിങ് വരുന്നത്. പ്രീവിയസ് ഇയർ പേപ്പർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ കറക്റ്റ് സ്പെല്ലിങ്, ആൻറ്റണിംസ് ആൻഡ് സിനോണിംസ്, പിന്നെ ഫില്ല് ദ ബ്ലാങ്ക്സ്. ഫില്ല് ദ ബ്ലാങ്ക്സിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ദ ബ്ലാങ്ക്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഓക്കെ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റീഡിങ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് റീഡ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. പ്രിപ്പോസിഷൻസിന് ചോദ്യം വരുന്നുണ്ട്, പ്രിപ്പോസിഷൻ പഠിക്കണം. 3-4 ചോദ്യം പ്രിപ്പോസിഷനിൽ നിന്ന് കിട്ടും. പിന്നെ ബേസിക് ഗ്രാമറിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ബേസിക് ഗ്രാമറിൽ നേരിട്ട് ചോദ്യങ്ങൾ വരുന്നത് ഈ ഫില്ല് ദ ബ്ലാങ്ക്സിലൊക്കെ ബേസിക് ഗ്രാമർ വെച്ചിട്ടാണ് ചോദിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സെൻറ്റൻസ് കറക്ഷൻ. സെൻറ്റൻസ് കറക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു സെൻറ്റൻസ് 4 മുറിച്ച് 4 ഓപ്ഷൻസ് തന്നിട്ട് എന്നിട്ട് ഇൻകറക്റ്റ് പാർട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ വരും. നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പാസേജ് ക്വസ്റ്റ്യൻ ഉണ്ട്. പാസേജ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഒരു പാസേജ് വായിക്കുക, എന്നിട്ട് അതിന് താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് ആൻസർ ചെയ്യുക. ചില ഒരു 3-4 ക്വസ്റ്റ്യനൊക്കെ പാസേജ് ക്വസ്റ്റ്യനിൽ നിന്നുണ്ടാവും, ഇല്ലേ? 3-4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 12 മാർക്കാണ്. സിമ്പിളായിട്ട് നമ്മുടെ പോക്കറ്റിൽ അത് വരും. പിന്നെ എന്താ? സെൻറ്റൻസ് അറേഞ്ച് ചെയ്യും. ഒരു സെൻറ്റൻസ് മുറിച്ചിട്ട് മിക്സപ്പ് ചെയ്ത് തരും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം നമ്മൾ. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ചോദ്യ പേപ്പറിലുണ്ട്. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ചോദ്യം, കൺവേർട്ട് എ സെൻറ്റൻസ് ഇൻറ്റു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, അത് വരുന്നുണ്ട്. പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ, അതിന് മുന്നത്തെ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. പിന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ടാവുക? പ്രധാനമായിട്ട് ആനിമൽസ്, അതിൻ്റെ യങ് വൺ. ഇപ്പോൾ ടൈഗറിൻ്റെ കബ്ബ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുക, നിങ്ങൾ ഡെയിലി ഒരു 5 വേർഡ്സ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കും. പിന്നെ ബ്രാഞ്ചസ് ഓഫ് ബയോളജി, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്, സ്റ്റഡി ഓഫ് അനിമൽസ് എന്താ. പിന്നെ അത് അങ്ങനെ കുറേ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കുറേ എണ്ണങ്ങളുണ്ട്. അത് നിങ്ങൾ ഡെയിലി ഒരു 5 എണ്ണം വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഭാഗമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് വരുന്നത്. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു എക്സ്ട്രാ എഫേർട്ട് ഇടുക. ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇഗ്നോർ ചെയ്താൽ എന്താണ്? നിങ്ങൾക്ക് അത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടില്ല. കാരണം ലീഗൽ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഇംഗ്ലീഷാണ്. എക്സ്ട്രാ എഫേർട്ട് ഇട്ട് എക്സ്ട്രാ ഇത് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ
പഠിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻസിന് ഈ വീഡിയോ കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാം ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെലഗ്രാം ചാനലിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായി ഈ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യം. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.